ഫ്രണ്ട്സ്, ഞാനിന്ന് മോസ്കോയിൽ നിന്ന് വ്ളാഡിമിർ എന്ന് പറയുന്ന വേറൊരു സിറ്റിയിലേക്ക് യാത്ര പോവുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു വില്ലേജ് പോലെയുള്ള പ്ലേസൊക്കെ കാണണമെങ്കിൽ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ, ഒരു ദിവസം കൊണ്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അതും ട്രെയിന് പോയിട്ട് വളരെ ചീപ്പായിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു യാത്രയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താല്പര്യമുള്ളവർ കാണുക. നിങ്ങളിപ്പം മെട്രോയിലാണ് വരുന്നതെങ്കിൽ കൂർസ്കിയ മെട്രോയിലാണ് വരേണ്ടത്. അവിടുന്ന് തൊട്ടടുത്താണ് കൂർസ്കിയ വക്സാലുള്ളത്, അതായത് ട്രെയിനൊക്കെ ഔട്ട് സൈഡിലേക്ക് പോകുന്ന ട്രെയിനൊക്കെ പോകുന്നത്. അപ്പം നിങ്ങൾ ടിക്കറ്റ് വാങ്ങുമ്പം ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. വ്ളാഡിമിർ എന്നാണ് സിറ്റിയുടെ പേര്. ഇവാനോവ വരെ പോകുന്ന ട്രെയിനൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ കൂർസ്കിയ വക്സാലാണോ അതോ വസ്തോച്നെ വക്സാലാണോ എന്ന് ചെക്ക് ചെയ്യുക. ട്രെയിൻ ടിക്കറ്റിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് കൂർസ്കിയ വക്സാലാണ് കിട്ടിയത്. ഇതാണ് കൂർസ്കിയ വക്സാൽ. നമ്മൾ ഡിസ്പ്ലേയിൽ നമ്മുടെ പിന്നെ ട്രെയിനിൻ്റെ ടൈം കാര്യങ്ങൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഇവാനോവ എന്ന് പറയുന്ന അതാണ് മോസ്കോയിൽ നിന്ന് പോകേണ്ടത്. ഇതാണ് ഇവിടുത്തെ ഒരു വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇതൊക്കെ പണ്ടത്തെ ഈ കുർസ്കെ മെട്രോയും അതേപോലെ തന്നെ കൺസമോസ്കയൊക്കെ ആദ്യകാലത്ത് USSRന്റെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഈ പ്ലേസുകളെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് പണി കഴിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാവും. നമുക്ക് വെയിറ്റിംഗ് ഏരിയയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കോഫി കുടിക്കാം, അതേപോലെ തന്നെ മൊബൈലുകൾ റീചാർജ് ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വിവിധ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഞാൻ ഇതിൻ്റെയൊക്കെ ബ്യൂട്ടിയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യം കൂടി ഒന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഓൺലൈനിൽ ട്രെയിൻ ടിക്കറ്റ് വാങ്ങുന്ന സമയത്ത് കുറച്ചുകൂടെ മുൻപ് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് വാങ്ങാൻ പറ്റും. അതായത് 750 റൂബിൾ മുതൽ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1000-1500 രൂപയ്ക്ക് ഉള്ള ടിക്കറ്റുകളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് വാങ്ങുക. അപ്പോൾ നമ്മൾ നേരെ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കറക്റ്റ് ടൈമിലായി നമ്മളെ അവിടേക്ക് കയറ്റി വിടത്തുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ റിനുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതാണ് ട്രെയിൻ നമ്മുടെ. അപ്പോൾ ട്രെയിനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയണം. കാരണം നല്ല ക്ലീനാണ്. അതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ 1 ഡേ ട്രിപ്പാണ് പോകുന്നതെങ്കിൽ ഒരു 10,000 റൂബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പോയി ഫുൾ, അതായത് അവിടുത്തെ എക്സ്പെൻസും അവിടുത്തെ ഫുഡും എല്ലാം കൂടെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെയാണ് നിങ്ങൾ പോകുന്നതെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് നേരെ പോവാം. പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് വരുമ്പോഴേക്കും നിങ്ങൾ രാത്രിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് പോവാതെ നമ്മൾ മറ്റൊരു രാജ്യത്താകുമ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മളെപ്പോഴും നോക്കണം. അപ്പോൾ നമ്മൾ ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി നമ്മളുടെ ജീവൻ്റെ റിസ്ക് എപ്പോഴും നമുക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇത് വാട്ടറൊക്കെ ഫ്രീ ആണ് ഇതിനകത്ത്. വാട്ടറിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് മുഴുവനും ഓരോരോ ഗ്രാമപ്രദേശങ്ങൾ. ഒരു ഗ്രാമം വിട്ട് കഴിഞ്ഞാൽ കുറേ സ്പേസ് വെറുതെ ആയിരിക്കും കിടക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാൻ പറ്റും. ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ സന്തോഷേട്ടൻ പോകുമ്പോഴത്തേനും ഒരു സിറ്റി പുള്ളി കവർ ചെയ്യും. സിറ്റിയിലെ കാര്യങ്ങളെല്ലാം പുള്ളി കാണും. അതിനുശേഷം പുള്ളി നേരെ പോകുന്നത് അവിടുത്തെ ഗ്രാമത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കൊരു കോഫി വാങ്ങാം. 150 രൂപയാണ് പറഞ്ഞത്. അപ്പം എല്ലാം ഫുൾ ഇതിൻ്റെ ഉള്ളിലത്തെ സർവീസൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഫ്ലൈറ്റിലുള്ള പോലെയാണ്. ഉണ്ടോ, നമ്മുടെ രാജ്യത്തും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ 3 in 1 എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയ കോഫി വേറെ ഊള കോഫിയായിരുന്നു ഗൈസ്. നിങ്ങൾ വാങ്ങണ്ട. നിങ്ങളിവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്ലാൻ ചെയ്യാനുള്ളത് രാവിലത്തെ ട്രെയിന് പോയിട്ട് ആ സിറ്റി എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം മോസ്കോയിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും. 2.5 മണിക്കൂറാണ് നമ്മൾ ട്രാവൽ ടൈം ഉള്ളൂ. ഒരു ഓൾഡ് സിറ്റി മൊത്തം കാണാൻ പറ്റും. പക്ഷെ ഞാനിന്ന് ഇവിടെ സ്റ്റേ ചെയ്യുവാണ്. കാരണം എനിക്കിവിടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. വ്ളാഡിമിർ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. എന്നെ കൂട്ടാനായിട്ട് ഷൈന ചേച്ചിയും അതേപോലെ തന്നെ നടാശ ചേച്ചിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇന്ന് പോവുകയാണ്. അവരുടെ വീട്ടിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോൾ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സിറ്റിക്കുള്ളിൽ ടോൾ ബിൽഡിങ്ങുകളൊന്നും പണിയാൻ പാടില്ല. ഓൾഡായിട്ട് ട്രഡീഷണൽ ആയിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് സിറ്റിക്കുള്ളിലെ റൂൾ ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ, പൊക്കമില്ലാത്ത അങ്ങനത്തെ ചെറിയ ബിൽഡിങ്ങുകളെ കാണാൻ പറ്റത്തുള്ളൂ. ഇത് പണ്ട് മോസ്കോയിലുള്ള ട്രോളി ബസ്സാണ്. അത് ഇവിടെ എനിക്ക് കാണാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു. അത് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളാഡിമിർ എന്ന് പറയുന്ന സിറ്റിയുടെ ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിലനിർത്തുന്ന സിറ്റിയാണ്. അപ്പോൾ സന്തോഷേട്ടനൊക്കെ വന്ന് കാണുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സിറ്റിയൊക്കെ വന്ന് കാണുക. അപ്പോൾ വ്ളാഡിമിർ സിറ്റിയിൽ ഞാൻ 2 ദിവസം സ്റ്റേ ചെയ്ത എല്ലാ വീഡിയോസും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.